ഹലോ മച്ചാമാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം പോണടാ, ഒരു അരക്കിലോ അല്ല ഒരു ഫിഷ് ഓൺ. ഇല്ല, അതുപോലൊക്കെ തന്നെ ഉള്ളൂ. ഉണ്ടോ കിട്ടി ഫിഷ്. വാ, നമുക്ക് നല്ല ഒരെണ്ണം കിട്ടി. ഒരു കിലോ റേഞ്ച് ഉണ്ട്. നല്ലൊരു വില. എന്തായാലും മീൻ പിടിക്കാൻ പോകുമ്പോൾ നമുക്ക് ഏറ്റവും ക്ഷമ തരുന്നൊരു സാധനം എന്താ അറിയോ? കിട്ടി. അപ്പോൾ നാലാമത്തെ വരാല്. 1/2 കിലോ മേലുണ്ടല്ലേ, 3/4 കിലോ ഉണ്ട്. ഹലോ മച്ചാമാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു 2-3 ദിവസം നമുക്ക് ഇറങ്ങിയപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് വരാൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ആ വീഡിയോസ് എല്ലാം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല, നമുക്ക് വരാലൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. പുല്ല ഈ മഴ പെയ്യുമ്പോഴത്തേക്ക് പുല്ലങ്ങോട്ട് പെട്ടെന്ന് കയറും. അതേക്ക് പോണടാ. ഇനി അതിനകത്ത് എടുക്കണമല്ലോ. കിട്ടി. നമ്മുടെ ഫസ്റ്റ് വരാറ് ഒരു 1/2 കിലോ അല്ല, ഒരു 1/4 കിലോ മേളിൽ റേഞ്ച് ഉണ്ട്. ഓക്കെ, എടുത്തേക്കാം. കൊല്ലി കെട്ടി ഇങ്ങോട്ടിടാം, കുഴപ്പമില്ല. ഇവിടെ പാനട കിടക്കട്ടെ. കട്ടിച്ച് അവൻ കണ്ടോ, ചളക്കി കളഞ്ഞു. എല്ലാം ഇതിൻ്റെ ഇടയിൽ കൂടെ കയറ്റി. ചെറുതാണേലും ആണ് ഉസിർക്ക്. ഓക്കെ, ഫൈൻ നേരെ ആക്കിയിട്ടുണ്ട്. നമ്മുടെ റെയിലിൽ 2ാമത്തെ മീനാണ് നമ്മൾ പിടിക്കുന്നത്. 2ാമത്തെ മീൻ പീസെടുത്തോ. ഫിഷ് ഓൺ. 2ാമത്തെ അടിച്ചിട്ടുണ്ട്. വലിയ സൈസല്ല പക്ഷേ
അവൻ്റെ പിടുത്തം. ഇവിടെ വരുമ്പോഴത്തേക്ക് ഇവന്മാർക്കൊരു പോക്കുണ്ട്. ഞാൻ ഇവിടെ പോവാ. നമ്മുടെ രണ്ടാമത്തെ വരാൽ ഒരു 1/2 കിലോ റേഞ്ചിന് എടുത്തുണ്ട് കേട്ടോ. അതിങ്ങനെ എടുത്തടി. ആ കൊല്ലിയും അതും കൊടുത്ത് ഗ്രിപ്പർ കൊടുത്ത് 1/2 കിലോ റേഞ്ച് ഉണ്ട് കേട്ടോ. കുഴപ്പമില്ല. വിയറ്റ്നാം വരാൽ, ഇതെല്ലാം വിയറ്റ്നാം അടിക്കുന്നത്. നാടൻ വരാലൊന്നും ഇവിടുന്ന് അധികം അടിക്കത്തില്ല നമുക്ക്. ഓക്കെ, എടുക്കാം. പോയി അല്പം ലോങ് ഇനി അടിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് വലിയ ഫ്രോഗ് നമുക്ക് സ്മാഷാം. ഇനിയിപ്പോൾ വലിയ ഫ്രോഗിൻ്റെ വലിയ ഫ്രോഗ് ഇത്രയും പോകുന്ന നോക്കട്ടെ. ഓക്കെ. അയ്യോ തമ്പേൽ വലിയ ഫ്രോഗ് പോകുന്നുണ്ട്, കുഴപ്പമില്ല. അടിച്ചിട്ട് മീൻ പോയി. ബൈ ബൈ. ഇതെന്തോറ എന്ത് മീനാണ് അടിച്ചത്? പുറകെ വന്ന് അടിച്ചിട്ട് പോവുക. അതുകൊണ്ട് എടുക്കുന്നില്ല കറക്റ്റായിട്ട്. ശരിക്കും അമ്മമാർ എടുക്കുന്നില്ല. ചുമ്മാ ജസ്റ്റ് വരിക, അടിക്കുക, പോവുക. അതാണ് പരിപാടി അമ്മയുടെ. ആ ചെറുതെങ്കിൽ ചെറുത് ഉള്ളതാട്ട് കൊടുക്കാനുള്ളതിൻ്റെ കൂട്ടത്തിലുള്ളതാട്ട്. വരാമേ. നമ്മുടെ ഇന്നത്തെ ദിവസത്തെ ഫസ്റ്റ് വരാം. ചെറുതാ, കുഴപ്പമില്ല, ഞാൻ അവനെ എടുക്കാം. കുഴപ്പമില്ല. ഇത് എന്നെക്കാളിലും വരുമെന്ന് പറയാനൊന്നുമില്ല, അതുപോലെയൊക്കെ തന്നെ ഉള്ളൂ. നാടൻ വരാൻ ഇതല്ല, അതുകൊണ്ട് പിന്നെ നമുക്ക് കുഴപ്പമില്ല, എടുക്കാവുന്ന സൈസ്. ആടനേഷ് രണ്ടും കൂടെ ചേർത്തൊരു 1/4 കിലോയ്ക്ക് അടുത്ത് കാണും. ഉള്ളതാട്ടെ. ഞങ്ങളത് സ്റ്റിക്ക് അടിക്കാൻ വേണ്ടി വേങ്ങൽ സ്റ്റിക്ക് അടിക്കാൻ സ്ലിംഗ് ഷോട്ട് അടിക്കാൻ വേണ്ടി വന്നത്. കിണ്ണം കാച്ചി മഴ വരുന്നുണ്ടോ? കിണ്ണം കാച്ചി മഴയാണ്. വരാനുണ്ട്. കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് പോകാൻ അടിക്കുന്നില്ല. നല്ല രീതിയിൽ മഴ വരുന്നുണ്ട് കേട്ടോ, നല്ല രീതിയിൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് മാറി എങ്ങോട്ടേലും നല്ല ഒതുങ്ങുന്ന സ്ഥലത്ത് പോയി നിൽക്കാം. കമോൺ, വണ്ടി ചെയ്തോ. കേറട്ടെ. പോട്ടെ. അടിപൊളി വ്യൂ അല്ലേ? നല്ല അടിപൊളി വ്യൂ അല്ലേ? അടിപൊളി കാണാതെ. നിങ്ങൾ പോകും വഴിയെല്ലാം കാട്ടിത്തരും ഞാനാണ് വാസു. ഇതൊക്കെ എടുത്ത് കിടന്നല്ലേ യൂട്യൂബിൽ. ഇവിടെ നിന്നൊരു പ്രതീക്ഷയുണ്ട് ദൈവമേ. ഇവിടെ നിന്ന് എനിക്കൊരു സൈഡിൽ നിന്ന് എനിക്കൊരു പ്രതീക്ഷയുണ്ട് ദൈവമേ. കിട്ടണേ. വായി വെച്ചോ.
അടിച്ചണ പോയി. ഇത് എന്നാ ഇവിടെ പോണിച്ചു. ഉണ്ടോ കിട്ടി ഫിഷ് ഓൺ. വാ അയ്യോ നമ്മൾ ജയിച്ചിട്ടേ മാറാ. എൻ്റെ ദൈവം എത്ര നേരമായെന്നറിയോ? ഞങ്ങൾ വന്നിട്ട് എത്ര നേരമായെന്നറിയോ? മീൻ അടിക്കുന്ന എല്ലാം മിസ്സിങ്ങാണ് ഞങ്ങൾക്ക്. ദേ അങ്ങനെ കിട്ടി വരാൽ. ഒരെണ്ണമെങ്കിൽ ഒരെണ്ണം അല്ലേ എണ്ണ കിട്ടിയ സ്ഥിതിക്ക്. ഫ്രോഗിനൊന്നൊരു ഓക്കെ, ഫ്രോഗിനൊന്നൊരു കുഴപ്പമില്ല. ഒന്നും അടിക്കും, 2-3 അടിയിൽ അടിച്ചിട്ട് വേറെ ഷോട്ട് ഇതുവഴി അങ്ങോട്ട് ഷോട്ടുണ്ട്. പെരുമറ്റ അതായിരിക്കും ഞങ്ങൾ അവിടെ നിന്നൊക്കെ നല്ല ഒരു തന്നെ അടിച്ച സെറ്റാ. മീനോടൊക്കെ നിൽപ്പുണ്ടെന്ന് അറിയാൻ പറ്റുന്ന ഒരു സംവിധാനം കൂടെ ഉണ്ടായതാണ്. ഇതുപോലെ തലയെല്ലാം വെച്ചിട്ട് സ്കാൻ ചെയ്ത് നോക്കുന്നു. അതിനകത്തൂടെ കാണാൻ അവിടെ മീനുണ്ട്. കളയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാ നല്ലൊരുത്തൻ, നല്ല വരാല്. ഓണായിരുന്നു കേട്ടോ ക്യാമറ. അണ്ണാ ഇത് ക്യാമറ ആണോ നോക്കി? ഓക്കെ ഓക്കെ ഓക്കെ. നമുക്ക് എന്തായാലും നല്ലൊരുത്തൻ കിട്ടി, നല്ല സൈസ്. വന്നതിൽ നല്ലൊരുത്തൻ കാണിച്ചു തരാവേ. വന്നതിൽ വെച്ച് നമുക്ക് നല്ല ഒരെണ്ണം കിട്ടി. 1 കിലോ റേഞ്ച് ഉണ്ട്. നല്ലൊരുത്തൻ, നല്ലൊരു വരാല്. എന്തായാലും വന്നത് ഇത്രയും നേരമായിട്ട് ഇപ്പോഴാ ഒന്ന് മുതലായെന്ന് പറയാം നമുക്ക്. നല്ലൊരുത്തൻ എടുത്തേക്കാം നമുക്ക്. വിയറ്റ്നാം വരാല്ല. അണ്ണൻ കണ്ടല്ലോ, നീ അണ്ണൻ തുറയിലെ ഷാമ്പോ എന്ന് പറഞ്ഞ കണ്ടല്ലോ, മാറിയിട്ടുണ്ട്. ഇല്ല തീർച്ചയായിട്ടും എടുത്തില്ല. മീൻ പിടിക്കാൻ പോകുമ്പോൾ നമുക്ക് ഏറ്റവും ക്ഷമ തരുന്നൊരു സാധനം എന്താ അറിയോ? ഇതാണ് ഇങ്ങനെ കെട്ട് വീഴുക എന്ന് പറയുന്ന സാധനം. അതും ചെറിയ കെട്ടൊന്നുമില്ല, വേണം അന്യായ കെട്ട്. ഇത് നമുക്ക് സമയമെടുത്ത് അഴിക്കാൻ പറ്റുമോയെന്ന് നമുക്ക് നോക്കാം. എന്തായാലും നോക്കാം, കണ്ടറിയാം അഴിക്കാൻ പറ്റുമോയെന്ന്. അങ്ങനെ വിജയശ്രീ ലാഡിതനായിട്ട് ഞങ്ങൾ ആ വലിയ കെട്ട് ഞങ്ങളിത് അഴിച്ചെല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ താഴെ തിണ്ടികൾ ഉരുകുന്നു. അയ്യോ, ക്ഷമ അല്ലേണ, ക്ഷമയാണ് വേണ്ടത്. ക്ഷമയുണ്ടെങ്കിലേ നടക്കത്തുള്ളൂ. ഇപ്പോൾ മനസ്സിലായില്ലേ? ക്ഷമ ആട്ടിൻ സൂപ്പിൻ്റെ ഫലം തരുമെന്ന്. സാധാരണ ഞങ്ങളുടെ സ്വഭാവം ഇതെല്ലാം കൂടെ ഒടിച്ചു പറിച്ചറിയല്ലോ. ഇതഴിക്കുന്നവനാണ് ക്ഷമാശീലനുള്ളവന്മാർ. പോകല്ലേ. കിട്ടി. കുഴപ്പമില്ലാത്തൊരു നാടൻ. ഇതോ നാടനാ, നോക്കട്ടെ.
മഞ്ഞ് വരുന്ന നാടനല്ലേ. അപ്പോൾ 4ാമത്തെ വരാൽ. 1/2 കിലോ മേലുണ്ടല്ലേ, 3/4 കിലോ ഉണ്ട്. എന്തായാലും കിട്ടി. 2-3-4 കിട്ടുവാണെങ്കിൽ ബ്യൂട്ടിഫുൾ അയനെ. സ്ട്രോഗ് ഇരിക്കുന്നുണ്ട്, അടിച്ച് അകത്ത് കയറ്റി വെക്കുക കേട്ടോ. സ്ട്രോഗ് എടുക്കട്ടെ. ഇട്ടേക്കാം ബാ, ഇട്ടേക്കാം ബാ. ആ ഓ the fuck.